അപ്പോൾ നമ്മൾ നമ്മുടെ സാൽവീനിയ ചെടി വളർത്താനുള്ള ആ ഒരു ടാങ്കിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇത് ലൈൻ ചെയ്ത് വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് 4x4 സ്ക്വയറാണ്. അതായത് 4 കട്ടയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു സൈഡിൽ അങ്ങനെ നമ്മൾ 4 സൈഡിലും 4 കട്ട വെച്ച് അങ്ങനെ ഒരു സ്ക്വയർ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലിടാൻ പോണ ചെടിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സാൽവീനിയ എന്ന് പറഞ്ഞ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ് ആണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അവർ വളരാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ആപ്പിൾ സ്നേലുകളെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് തുടങ്ങിയ സമയത്ത് മഴ വരാനുള്ള ഒരു സാധ്യത കണ്ടതുകൊണ്ടാണ് നമ്മൾ മുമ്പത്തെ കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. അതായത് ഈ ഒരു കവർ ഇടുന്നതിന് മുമ്പ്, ഈ ഒരു പോളിത്തീൻ ഷീറ്റ് വിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ കാണിക്കാനായിട്ട് പറ്റാതിരുന്നത്. കാരണം വളരെ പെട്ടെന്നാണ് നമ്മൾ ആ ഒരു കട്ടകൾ അറേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പഴയ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ സെൻറ്റർ ഭാഗത്ത്. പിന്നെ ഈ കട്ടകളുടെ 2 സൈഡിലായിട്ട് നമ്മൾ മണ്ണ് ഇട്ടൊന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, അത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലൈൻ ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സിമെൻറ്റ് ഇടുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാങ്കുകളെല്ലാം ഇതുപോലെ ടെമ്പററി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു കട്ട എടുത്തൊന്ന് അമർത്തി ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം വെള്ളം ഈ ചെളിയൊക്കെ ആയിട്ട് നനഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നമ്മൾ 2 സൈഡിലും മണ്ണ് ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ സെൻറ്റർ ഭാഗം ക്ലീൻ ചെയ്തിട്ട് ഷാർപ്പായിട്ടുള്ള കല്ലുകളെല്ലാം എടുത്തു കളഞ്ഞു. എന്നിട്ട് ഞാൻ നേരത്തെ പോലെ കുഷന് വേണ്ടിയിട്ട് കുറച്ച് പഴയ പ്ലാസ്റ്റിക്കാണ് നമ്മൾ സെൻറ്റർ ഇട്ട് കൊടുത്തത്. അതിന് ശേഷം തന്നെ നമ്മൾ ഈ മഞ്ഞ കളറിലുള്ള പോളിത്തീൻ ഷീറ്റ് വിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ വിരിച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ ക്ലീൻ ചെയ്തതും ആ മണ്ണൊക്കെ ഇട്ട് സൈഡിൽ ഉറപ്പിച്ചതെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പണി മുഴുവൻ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു പോളിത്തീൻ ഷീറ്റ്, മഞ്ഞ കളറുള്ള പോളിത്തീൻ ഷീറ്റ് എടുത്ത് വിരിച്ചത്. പിന്നെ മഴ പെയ്യുകയാണെങ്കിൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് കവർ ചെയ്തു, ആ പോളിത്തീൻ ഷീറ്റ് മഞ്ഞ കളറുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ 6x6 90 GS ടാർപോളിൻ ഷീറ്റാണ് ഉള്ളിലാ കാണുന്ന നീല കളറിലുള്ളത്. മഞ്ഞ കളറിലുള്ള ആ ഒരു പോളിത്തീൻ ഷീറ്റ് നമ്മൾ 8x8 സൈസാണ്. അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് 4x4 സൈസായിട്ടാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് തുറക്കുമ്പോൾ നമുക്ക് 8x8 സൈസായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. പ്ലാസ്റ്റിക് ഷീറ്റ് അത്യാവശ്യം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്, കാരണം അത് 8x8 വരുന്നത് കൊണ്ട്. പക്ഷേ ഈ ഒരു പോളിത്തീൻ ഷീറ്റ് നിങ്ങൾക്ക് കാണാം, അത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാനില്ല, കാരണം 6x6 ആണ്. പക്ഷേ അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ, കാരണം കൂടുന്നതിനനുസരിച്ച് ടാർപോളിൻ ഷീറ്റിന് കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരും. നമുക്ക് ഉൾഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഭാഗം പുറത്തേക്ക് നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ പുറത്തേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 90 GS ആയതുകൊണ്ട് കട്ടി കുറവാണ്, അതുകൊണ്ട് ഈസി ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കും. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തന്നെ വെക്കാൻ പറ്റും. കട്ടി കൂടുന്നതിനനുസരിച്ച് വടി പോലെ ഇരിക്കും ഈ ഒരു ടാർപോളിൻ ഷീറ്റ്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് ഒതുക്കി വെക്കാൻ ബുദ്ധിമുട്ടാണ്. 90 GS ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള 3x3 നെറ്റ്. അല്ല, ഇത് 3x3 അല്ല, ഇത് 2.5 2.5 × 2.5 മീറ്ററിൻ്റെയാണ്. നമ്മൾ വെള്ളം നിറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിറച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുമ്പത്തെ ടാങ്ക് സെറ്റ് ചെയ്ത് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളുടെ ടാങ്കൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അടിഭാഗത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എയർ ഒന്നും ഇല്ലാതെ മടക്കുകളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് തന്നെ ബേസിൽ വെള്ളം നിറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ വെയിറ്റ് വരുമ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങ് ഫ്ലാറ്റ് ആയിക്കോളും. ചെറിയ രീതിയിൽ മടക്കൊന്നും വന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല, വല്ലാതെ അങ്ങ് മടക്ക് വരാതിരുന്നാൽ മതി. ഈ മടക്ക് വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മീനുകളൊക്കെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടയാവാനൊക്കെ സാധ്യതയുണ്ട്. ഫ്ലാറ്റായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കടിക്കാനുള്ള ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ടാങ്കിൽ നമ്മൾ പറഞ്ഞു മീനുകളെല്ലാം നമ്മൾ ഇടാനായിട്ട് പോകുന്നത് ആപ്പിൾ സ്നേലുകളെയാണ്. അവർ അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. അവർ ജസ്റ്റ് ആൽഗെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അല്ലാതെ കടിച്ച് പൊട്ടിക്കേണ്ട അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും, ഈ ടാർപോളിൻ പൊട്ടിക്കേണ്ട ആ ഒരു ഇഷ്യൂ ഒന്നും ഇവർക്ക് വരുന്നില്ല. പല്ലുള്ള മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഡൗട്ട് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ വാഹകൾ അല്ലെങ്കിൽ നട്ടർ അത്തരത്തിലുള്ള മീനുകൾക്കൊക്കെയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. വല്ലാതെ പല്ലുള്ള മീനുകൾക്ക്, ഇപ്പോൾ അലിഗേറ്റർ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡൗട്ട് അടിക്കാം. അതുകൊണ്ടാണ് അത്തരം മീനുകളൊക്കെ വളർത്തുമ്പോൾ വലിയ കട്ടി കൂടിയ ടാർപോളിൻ, GSM കൂടിയ ടാർപോളിൻ വാങ്ങിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു 6x6 ടാർപോളിന് വലിയ പ്രൈസൊന്നും വരുന്നില്ല. ഇതിന് വരുന്നത് 150 രൂപയാണ് ഈ ഒരു 6x6. അത് വെച്ച് നമുക്ക് നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോ കോസ്റ്റിൽ തന്നെ ഇതുപോലുള്ള ചെറിയ ടാങ്കുകൾ ഉണ്ടാക്കാം. ഇതിനകത്തൊക്കെ നമുക്ക് ഗപ്പികൾ അതുപോലെ ചെറിയ മീനുകളൊക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് വളർത്താം. ടൈഗർ ബാർബ് അതുപോലെ സീബ്രകൾ പോലുള്ള ചെറിയ ചെറിയ മീനുകളെയൊക്കെ ഈസി ആയിട്ട് വളർത്താം. കാരണം 4 അടി സ്ക്വയറാണ് വരുന്നത്. പിന്നെ ആ ഒരു കട്ടയുടെ ഹൈറ്റും വരുന്നുണ്ട്, 8 ഇഞ്ച് ഹൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഇതുപോലുള്ള ടെമ്പററി ടാങ്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ ടൈപ്പ് മീനുകളൊക്കെ വളർത്താം. അതുപോലെ തന്നെ ചെടികൾ വളർത്താമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് അസോള, ഡക്ക് വീഡ്, അതുപോലെ വാട്ടർ ക്യാബേജ്, അതുപോലെ സാൽവീനിയ, ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വളർത്താം. ഇതേപോലെയുള്ള ഒരു ചെറിയ ടാങ്കിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ പുലിവാഹകൾ ഇട്ടിട്ടുള്ളത്. ഇതേ കട്ടകൾ നമ്മൾ ലൈൻ ചെയ്ത് വെച്ചിട്ട്, ഈ സ്ക്വയർ അല്ലാന്നേ ഉള്ളൂ, അതിന് 7 അടി നീളവും 4 അടി വീതിയും ഉണ്ട്. ഇതേ സെറ്റപ്പ് തന്നെയാണ്. ജസ്റ്റ് ഒരു സിംഗിൾ കട്ട ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെയാണ് ആ ഒരു ടാങ്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ 6 പുലിവാഹകൾ ഇട്ടിട്ടുണ്ട്, ചെറിയ സൈസ്. അവർ അടിപൊളിയായിട്ട് തന്നെ അതിന് നിൽക്കുന്നുണ്ട്. ഈ ചെറിയ ടാങ്ക് ആണെങ്കിൽ പോലും അവർ അടിപൊളിയായിട്ട് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം അതിന് നീളവും വീതി ഉള്ളതുകൊണ്ട് അവർക്ക് നീന്തി നടക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ ഡെപ്ത് കുറവാണെന്നേ ഉള്ളൂ. ഈ ഒരു 8 ഇഞ്ച് ഡെപ്തേ ഉള്ളൂ.
പക്ഷേ അവർ കുഴപ്പമില്ലാതെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ സക്കർ കാറ്റ് ഫിഷുകളെയും ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചില മീനുകളൊക്കെ ഇതുപോലുള്ള ചെറിയ ടാങ്കുകളിലൊക്കെ വളർത്തി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ ടാങ്കൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ സൈസ് ആകുമ്പോൾ മാത്രം നമ്മൾ വലിയ ടാങ്കിലേക്ക് മാറ്റിയാൽ മതി. ചെറിയ സൈസിനെയൊക്കെ നമുക്ക് ഇതിനിട്ട് വളർത്താവുന്നതേ ഉള്ളൂ. സിംഗിൾ പീസിനെയൊക്കെ ഇട്ട് ഈസി ആയിട്ട് വളർത്താം. ഈ കാണുന്ന ഒരു ചെറിയ ടാങ്ക് ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയ സൈസ് 2 പുലിവാഹ അല്ലെങ്കിൽ 4 പുലിവാഹിനെയൊക്കെ ഇടാൻ പറ്റും. എന്നിട്ട് കുറച്ച് സൈസ് ആവുന്നവരെയൊക്കെ ഇതിനകത്ത് വളർത്താം. പിന്നീട് സൈസ് ആകുമ്പോൾ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ എണ്ണം കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് ഏകദേശം ഒരു അര ഭാഗത്തിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിനി നാളെയാണ് ബാക്കി വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വൈകിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. എന്തായാലും ഇനി നിന്നാലും നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വെള്ളം നിറച്ചിട്ടുള്ളൂ. കാരണം ഇന്ന് രാത്രി മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നിറയും. അതുകൊണ്ട് നമ്മൾ ഫുള്ളാക്കുന്നില്ല വെള്ളം. കാരണം നമുക്ക് ശരിക്കും ഇതിനകത്ത് മുക്കാഭാഗം വെള്ളം വേണം. പക്ഷേ നമ്മൾ അരഭാഗമേ നിറച്ചിട്ടുള്ളൂ. കാരണം ഇന്ന് രാത്രി മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നെറ്റിട്ട് കവർ ചെയ്ത് എന്തെങ്കിലും ഒരു സംഭവം വെയിറ്റ് വെച്ചിട്ട് നമ്മൾ പോകാനാണ് പോണത്. കാരണം നെറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുളിമരം നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ ഒഴുകും കണ്ടില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് സൈഡിൽ ഒരു വെയിറ്റ് വെച്ച് നമ്മൾ പോവുകയാണ് ഇന്നത്തെ വർക്ക് ഫിനിഷ് ചെയ്തിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ജസ്റ്റ് പറയുന്നു മാത്രം. കാരണം നമുക്ക് ഈ ചെയ്ത ദിവസം നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന ഫൂട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ള ഫൂട്ടേജ്. രാവിലെ അല്ല, എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് കിടക്കുന്നത്. ഇന്നലെ രാത്രി നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളം നിറഞ്ഞു ഫുള്ളായിട്ട്. നമ്മൾ ഒരു അരഭാഗമാണ് നിറച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം അരഭാഗത്തിന് തൊട്ട് മുകളിൽ കണ്ടില്ലേ, ഇപ്പോൾ ഫുള്ളായി ഏകദേശം. അപ്പോഴത്തെ ഇലകളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. നമ്മൾ നെറ്റ് ഇട്ടതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ നെറ്റ് അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി, ഇലകളും കാര്യങ്ങളൊക്കെ മാറിക്കോളും. നല്ല ഫ്രഷ് വെള്ളം തെളിഞ്ഞ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. എല്ലാവർക്കും കഴിഞ്ഞതിന് ശേഷം ഈ ടാർപോളിനും ഈ ഷീറ്റും അപ്പോൾ നെറ്റും കൂടിയിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് നമുക്ക് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓടുകൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട് ആപ്പിൾ സ്നേഹികളെ കളക്ട് ചെയ്യാനായിട്ട് പോകാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാൽവീനിയ ചെടി കളക്ട് ചെയ്യാനുണ്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ചെറിയ ടാങ്കിൽ നിന്ന്. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചതാണ് ആ ഒരു ടാങ്കിൻ്റെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബക്കറ്റുകളൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ജയൻറ്റ് ഗൗരാമികളുടെ ആൽബിനോ ജയൻറ്റ് ഗൗരാമി എടുക്കുന്ന ഒരു ചെറിയ ബക്കറ്റാണ്. അവിടെയൊക്കെ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളൊക്കെ കിടക്കുന്നുണ്ട് ബക്കറ്റുകളിലും ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ആപ്പിൾ സ്നേഹിലുകൾ കിടക്കുന്നത്. ഏകദേശം 7 എണ്ണത്തോളം കിടക്കുന്നുണ്ട്. ഏകദേശം അല്ല, 7 എണ്ണമാണ് കിടക്കുന്നത്. ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പെല്ലറ്റ്സ് ഒക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ മുട്ട ഇട്ടിട്ടുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് കാണാം ആ വെളുത്ത പുറ്റ് പോലെ നേരത്തെ കണ്ടതാണ്. ഈ കാണുന്നതാണ് മുട്ട. അവർ ഈ അടുത്ത് ഇട്ടതാണ്. വിരിയോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. കാരണം ഇപ്പോഴത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഈ മഴക്കാലത്താണ് ഇവർ മുട്ട ഇടുന്നത്. ഈ സമയത്തുള്ള ടെമ്പറേച്ചർ തന്നെയാണ് സ്യൂട്ടബിളായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്ന് മഴയൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ചൂട് വല്ലാതെ വരുന്നു. അങ്ങനെയുള്ള ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിരിയാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആപ്പിൾ സ്നേഹികളെ പിടിച്ച് മാറ്റിയതിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടബ്ബ് ക്ലീൻ ചെയ്ത് ഫ്രഷ് വെള്ളം അടിച്ചിടാനാണ് പോകുന്നത്. ഇൻ കേസ് ഈ മുട്ടകൾ വിരിയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നേരെ ഈ ടബ്ബിലേക്ക് വീണോളും. 2 ആഴ്ചയാണ് ഇവരുടെ മുട്ടകൾ വിരിയാനായിട്ടുള്ള സമയം എടുക്കുന്നത്. 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇത് വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ജസ്റ്റ് അവിടെ നിന്ന് ഈ മുട്ടകളൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഫ്രഷ് വെള്ളം അടിച്ചിടുക. എന്നിട്ട് അതിനകത്തേക്ക് വേറെ ഏതെങ്കിലും പുതിയ മീനിനെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ നല്ല രീതിയിൽ ആൽഗി അടിച്ച് കിടക്കുകയാണ്. മാത്രമല്ല ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് അസിഡിക് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഷെല്ലിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ല, ആ സൈഡിൽ ഇങ്ങനെ ദ്രവിച്ച പോലെ ഇരിക്കുന്ന കണ്ടില്ലേ, അത് വെള്ളം അസിഡിക് ആകുമ്പോൾ വരുന്നതാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒന്ന്, വെള്ളം അസിഡിക് ആകുമ്പോൾ. രണ്ടാമത്തെ, ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള കാൽഷ്യം കാര്യങ്ങളൊന്നും കിട്ടാണ്ടാകുമ്പോൾ. ഫുഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഫുഡിൻ്റെ എല്ലാ ഈ ഒരു പ്രോബ്ലം ഇതിൽ എണ്ണം കൂടുതൽ കിടക്കുന്നതാണ്. ഇതിനേക്കാൾ കൂടുതൽ എണ്ണത്തിലുണ്ടായിരുന്നു ആപ്പിൾ സ്നേഹികൾ. ഓരോന്നോരോന്നായിട്ട് ചത്തു പോകുന്നതാണ്. കാരണം എണ്ണത്തിൽ കൂടുതലൊന്നും നമുക്ക് ഒരു ടബിനകത്ത് ഇടാൻ പറ്റില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ആപ്പിൾ സ്നേഹികളൊക്കെയാണ് ഒരു ടബിൽ ഇടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആപ്പിൾ സ്നേഹികളെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് നമ്മൾ നമ്മുടെ സാൽവീനിയ ചെടി കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ഒരു ചെറിയ ടാങ്ക് നമ്മൾ മെയിൻ്റെനൻസിനായിട്ട് ഇട്ടേക്കുകയാണ്. ഇതിൻ്റെ പോളിത്തീൻ ഷീറ്റിന് ചെറിയ ഓട്ട വന്നിട്ട് ഇത് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം അടിഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിനകത്താണ് ഈ ചെടികൾ കിടക്കുന്നത്. ഇതിനകത്ത് കുറേ ചെടികൾ മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. സാൽവീനി കിടക്കുന്നുണ്ട്, ഡക്ക് വീഡ്, അസോള, അതുപോലെ വാട്ടർ ക്യാബേജിൻ്റെയും ചെറിയ പീസുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കാനൊന്നും പോകുന്നില്ല നമ്മുടെ സാൽവീനിയ. നമ്മൾ ഏകദേശം അരഭാഗത്തോളം നെറ്റിട്ട് കോരി എടുക്കുകയാണ്. അതിനകത്ത് മിക്സ് ആയിട്ട് വരും എന്താണെങ്കിലും സാൽവീനിയും അസോള, ഡക്ക് വീഡ് എല്ലാം വരും. പക്ഷേ ഈ മഴക്കാലത്ത് നമുക്കറിയാമല്ലോ അസോള വളരില്ല. അതുപോലെ തന്നെ മറ്റേ ഡക്ക് വീഡൊന്നും വളരാൻ സാധ്യതയില്ല. സാൽവീനിയ മാത്രമാണ് പിടിച്ച് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ അരഭാഗത്തോളം ആ ഒരു ടാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു ബക്കറ്റിൽ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ടാങ്കിൽ അടിഭാഗത്ത് ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നേരത്തെ ഈ ഒരു ടാങ്കിൽ വെള്ളം ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ ഞാനൊരു ബക്കറ്റ് ഉപയോഗിച്ച് കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ലെവലിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മൾ ഇതിനകത്ത് വെള്ളം നിലനിർത്താനായിട്ട്
പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓവർഫ്ലോ സൈഫൺ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പെല്ലറ്റ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഇടാനായിട്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുതിർന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് താഴെ പോയിട്ട് സിങ്ക് ചെയ്ത് കിടന്നോളും. കാരണം ആപ്പിൾ സ്നെയിലുകൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. സൈഡിലേക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും താഴേക്ക് പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവർ കൂടുതൽ അടിഭാഗത്തായിരിക്കും നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഫുഡ് ഇട്ട് കൊടുക്കുന്നതിന് പല റീസണുകളുണ്ട്. ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം വെള്ളത്തിലേക്ക് പോകുന്ന സമയത്ത് ചെടികൾക്ക് പെട്ടെന്നൊരു എന്താ പറയുക എന്തെങ്കിലും ന്യൂട്രിയൻസ് അതിൽ നിന്ന് കിട്ടും, വളരാനായിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ആപ്പിൾ സ്നെയിലുകൾക്ക് എന്തെങ്കിലും ഫുഡ് പെട്ടെന്ന് തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചെടി കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രണ്ട് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആപ്പിൾ സ്നെയിലുകളെ ഇപ്പോൾ ഇറക്കി വിടാം. അപ്പോൾ എല്ലാവരും പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിനായിട്ട് ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ആപ്പിൾ സ്നെയിലുകളെ ഇറക്കി വിടുമ്പോൾ അവർക്ക് ഫുഡിനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെല്ലറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മഴവെള്ളമൊക്കെ വീഴുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ പുതിയതായിട്ട് നമ്മൾ ഈ ഒരു പുതിയ സ്ഥലത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മഴവെള്ളം നല്ല തണുപ്പായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഫുഡ് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഫുഡ് കിട്ടാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചെടിയായിരിക്കും അവർ ചിലപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലോട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് കുതിരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് വെള്ളത്തിൻ്റെ താഴേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് അഴിഞ്ഞ് നടന്ന് കഴിക്കാം. ഈ ഫുഡിൻ്റെ വേസ്റ്റും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഉപയോഗിച്ചായിരിക്കും ചെടികൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നത്. ഇപ്പോൾ എന്താ പറയുക സൺലൈറ്റ് കുറവായതുകൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൽഗെ വരില്ല. ആൽഗെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ ചെടി വളരില്ല, നശിച്ചു പോകും. അപ്പോൾ ഈ ചെടിയാണ് ആദ്യം സ്പ്രെഡ് ആവേണ്ടത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വോള്യത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളത്തിനകത്ത് ഈ ഫിഷ് ഫുഡും അതുപോലെ ഈ ഒരു സ്നെയിലിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ മീനുകളാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മീനുകളുടെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇവർ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ചെടികൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും. അപ്പോൾ ഇവരാണ് ആദ്യം സ്പ്രെഡ് ചെയ്യിക്കേണ്ടത്. ചെടികളെയാണ് നമ്മൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യിക്കേണ്ടത്. ഈ സാൽവീനി സ്പ്രെഡായിട്ട് ഫുള്ളായിട്ട് കവറായി കഴിഞ്ഞാൽ പിന്നെ ഒരു തരി സൺലൈറ്റ് വെള്ളത്തിലേക്ക് വരില്ല. അങ്ങനെ വെള്ളത്തിലേക്ക് സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആൽഗെ ഫോം ചെയ്യില്ല. കാരണം ആൽഗെ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. നല്ല തിക്കായിട്ട് സ്പ്രെഡായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു സാൽവീനിയ എന്ന് പറയുന്നത്. അതിന് പല ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്. തീരെ തിന്നായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് നല്ല കട്ടിയുള്ള വലിയ സൈസിലേക്ക് വരും. നമുക്ക് അത്രയും വലിയ സൈസിലേക്കൊന്നും ആക്കാൻ ആഗ്രഹമില്ല. കാരണം നമുക്കിത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ് ക്ലോ ക്രേഫിഷുകൾക്കും അതുപോലെ തന്നെ ജൈൻറ്റ് ഗൗരമലക്കും ഒക്കെ. അപ്പോൾ അവർക്ക് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇളം ഇലകൾ, അപ്പോൾ ഈ ഒരു ചെറിയ ഇലയൊക്കെ ഫീഡ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി സൈസായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള ഒരു സൈസിലേക്ക് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വലിയ കട്ടിയല്ല, ഈസി ആയിട്ട് അവർക്ക് എന്താ പറയുക കീറി മുറിച്ച് കഴിക്കാവുന്ന രീതിയിൽ ആ ഒരു രീതിയിലുള്ള തിക്നെസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെടി സ്പ്രെഡ് ആവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ആൽഗെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെടിക്ക് പ്രോബ്ലം വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെടികൾ സ്പ്രെഡ് ആവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ബ്ലേഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് PVC ഒക്കെ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു. കാരണം ഇന്ന് രാത്രി മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം പൊങ്ങി ഈ ചെടികളൊക്കെ ചിലപ്പോൾ നമ്മൾ പറയുക വെള്ളം പൊങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ നെറ്റ് ഇട്ട് കഴിഞ്ഞാലും അത് സൈഡിലൊക്കെ പോയി ആകെ മെസ്സാവും. അപ്പോൾ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു സൈഫൺ സെറ്റ് ചെയ്തത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി രാത്രി എങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാലും ഈ ഓവർഫ്ലോ സൈഫൺ ഉള്ളതുകൊണ്ട് ഒരു തരി വെള്ളം മുകളിലേക്ക് പൊങ്ങില്ല. പിന്നെ അതേ നമ്മൾ നെറ്റൊക്കെ ഇട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓടി വെച്ച്. പിന്നെ ഈ ഒരു ടാങ്കിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു PVC ഫ്രെയിമാണ്. സാധാരണ നമ്മൾ എല്ലാ ടാങ്കിലും നെറ്റിൻ്റെ സെൻറ്ററിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് PVC ഫ്രെയിം, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ PVC ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് ഒരു മരത്തിൻ്റെ വടിയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ സാധാരണ മരത്തിൻ്റെ വടിയൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം മഴ പെയ്യുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് കറ പോലെ എന്തെങ്കിലും വെള്ളത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മീനുകൾക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ ടോക്സിക് ആയിട്ട് മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാൻ സാധാരണ വെക്കുന്നത് PVC ഫ്രെയിമാണ്. നമ്മൾ മറ്റ് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ടാങ്കിൽ ആ PVC ഫ്രെയിം കൊണ്ട് വേറെയും ഉപയോഗങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സ്നെയിലുകൾ മുട്ടയിടുന്നത് നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു ഭാഗത്താണ്. അതുപോലെ PVC പൈപ്പൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് വീണോളും. ഈ ഒരു സീസണിലാണ് അവർ ബ്രീഡ് ആവുന്നത്. അപ്പോൾ ബ്രീഡ് ആണെങ്കിൽ അവർ ബ്രീഡ് ആയിക്കോട്ടെ. ഇതേ സെയിം അളവിൽ തന്നെ ഒരു രണ്ടാമത്തെ ടാങ്ക് കെട്ടാൻ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ 100% ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും വീഡിയോകൾ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.